സിനിമയല്ലാത്ത വേറെ എന്തൊരു ഇൻട്രസ്റ്റ് ചെയ്യാനുള്ളത്? സിനിമ അല്ലാതെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് ഈ സിനിമ ഷൂട്ടിങ്ങിനിടയിൽ സിനിമ വായിക്കാൻ പറ്റാറുണ്ടോ? നമ്മൾ എല്ലാത്തിനും സമയമുള്ളത്, സമയം ഉണ്ടാവണതല്ല ഉണ്ടാക്കുന്നതാണ് അല്ലേ. നമുക്കൊരു കാര്യത്തിനോട് താല്പര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് സമയം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ ലൈക്ക് എങ്ങനത്തെ ഒരു ഈ ഒരു ജോലിയുടെ ഇടയിൽ നിന്ന് പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ. അയ്യോ, ലൊക്കേഷൻ്റെ അടുത്തൊന്നും പുസ്തകമൊന്നും കൊണ്ടുപോകുന്നില്ല. എന്നിട്ട് വേണം അറിയാതെ ഒരു ദിവസം ഗോപിച്ചേട്ടൻ ഒരു പുസ്തകം ഇറക്കി, എന്താണ് നടന എന്തോ സംതിങ്, ആ ഒരു പുസ്തകം കൊണ്ട് ഞാൻ ചതിക്കാത്ത ചന്തതിൻ്റെ സമയത്ത് പുസ്തകം കൈ പിടിച്ചിട്ട് പോയി. സലിംകുമാർ കണ്ട് എന്താണത്, ഞാൻ പറഞ്ഞു എൻ്റെ ആത്മാർത്ഥമുള്ള, ഞാൻ പറഞ്ഞു ഇത് മറ്റേ പുസ്തകമാണ്. റാഫിക്ക ഇവന് അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ വരാതെ നോക്കണമെന്ന് ഗോപി സാറിൻ്റെ പുസ്തകം ഉണ്ടായപ്പോൾ ഞാൻ അന്നത്തോടെ പുസ്തകം കൊണ്ടുപോകാൻ നിർത്തി. ഒരു നടിയുണ്ട്, പേരൊന്നും പറയില്ല, തമിഴിലൊരു പടത്തിന് വേണ്ടി പോയപ്പോൾ ഇതിനെ കണ്ടു. അപ്പോൾ ഞാൻ കേട്ടിട്ട് ഇവർ ഫുൾ ടൈം പുസ്തകത്തിലാണ്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എങ്ങനെ ഇവർ തുറന്നാൽ 52ാമത്തെ പേജ് വരും. കാരണം കുറേ വർഷങ്ങളായിട്ട് ഈ തുറക്കുന്നതായി ആ പേജ് മാത്രമേ ഉള്ളൂ. തുറന്നിട്ടുണ്ടെങ്കിൽ നോക്കി അതിനകത്ത് ചെമ്മീൻ കറി, അങ്ങനെ കറികളുടെ കുറേ കറിയൊക്കെ, ചിക്കൻ കറിയുടെ ചാറ്, സാമ്പാർ, അങ്ങനെയൊക്കെ എല്ലാം കിടക്കുന്നുണ്ട്. എന്നിട്ട് അവരറിഞ്ഞിട്ടില്ല, അവർ തുറന്നിങ്ങനെ ഇരിക്കും. പക്ഷെ കണ്ണൊക്കെ ഇങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അല്ല, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പഴയ ജനറേഷനിൽ പെടുന്ന ചില ആളുകൾ തുടങ്ങി വെച്ച ശീലങ്ങളാണ് സിനിമാക്കാർ അങ്ങനെയാണ്, സിനിമാക്കാർ ഇങ്ങനെയാണ് എന്ന് പറയിക്കുന്നത്. അല്ലെ, പണ്ട് ആരൊക്കെയോ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ജനറേഷൻ മാറി ചിലപ്പോൾ സിനിമയെ മൊത്തം മാറിയിട്ടുണ്ടാവും, സ്റ്റൈല് എല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പം അതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ ജനറേഷൻ പെടുന്ന ചിലവർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടാവാം. ഒരു സമയത്ത് കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പുസ്തകം വായിക്കണം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫേവറേറ്റ് ഓഥർ ഉണ്ടോ? ഞാൻ കൂടുതലും എനിക്ക് പത്മരാജൻ സാറിൻ്റെ പുസ്തകങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ പി സുരേന്ദ്രൻ്റെ പുസ്തകങ്ങൾ ഇഷ്ടമാണ്, സുഭാഷ് ചന്ദ്രൻ്റെ പുസ്തകങ്ങൾ ഇഷ്ടമാണ്. അങ്ങനെ കുറേ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. എല്ലാവരും നല്ല സുഹൃത്തുക്കളുമാണ്. വേറെ ഏതെങ്കിലും ഒരു പാഷൻ പുസ്തകമല്ലാതെ ഒരു എന്താ പറയുക, സ്പോർട്സ്, ക്രിക്കറ്റ് കാണല്ലോ? ക്രിക്കറ്റ് കാണൽ ഇതുണ്ട്. ശ്രീശാന്ത് തന്നെ നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ ഇങ്ങനെ അവനുള്ള ഇങ്ങനെ അദ്ദേഹം കളിക്കുന്ന ഇത് മാത്രമേ കാണുമോതുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അവനുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇരുന്ന് കാണും, അത്രേ ഉള്ളൂ. അവൻ ഇടയ്ക്ക് വിളിക്കും, ഞാൻ അവനിടയ്ക്ക് വിളിക്കും, അത്രേ ഉള്ളൂ. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കൊരു ആത്മസുഹൃത്ത് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ തമാശ. എനിക്ക് ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ നല്ല സുഹൃത്ത് തന്നെയാണ്. പക്ഷേ എപ്പോഴും ഭാര്യയ്ക്കാണെങ്കിൽ നല്ലൊരു സുഹൃത്ത് വേണം, നമുക്കാണെങ്കിൽ നല്ലൊരു സുഹൃത്ത് വേണം. എല്ലാവർക്കും ഒരു ഒരു സുഹൃത്ത് എപ്പോഴും മനസ്സ്. ചിലപ്പോൾ നമുക്ക് എല്ലാ രഹസ്യങ്ങളും നമ്മുടെ അച്ഛനോടോ അമ്മയോടോ ഭാര്യയോടോ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ട്. എൻ്റെ മിമിക്രി കാലഘട്ടം തൊട്ട് ഞാൻ സിനിമയിലായി. ഇപ്പോഴും നമ്മുടെ നല്ലൊരു സുഹൃത്തായിട്ട് ജിസ്മോൻ എന്ന് പറഞ്ഞ നമ്മുടെ നല്ലൊരു സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി കളിച്ചു. സിനിമയിൽ അഭിനയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ പറയും യു സ്റ്റാർട്ടഡ് ആസ് ആൻ ആങ്കർ അല്ലെങ്കിൽ, പക്ഷേ വേറൊരു പ്രൊഫഷൻ മനസ്സിലുണ്ടായിരുന്നില്ലേ? ഇല്ല, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്കിത് തന്നെയായിരുന്നു. ഈ ആൽക്കമിസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഒരുപാട് എന്തിനെ ആഗ്രഹിക്കുന്നു, ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പ്രകൃതി വരെ നമുക്ക് അനുകൂലമായിരിക്കും എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു നമുക്ക് എൻ്റെ ഭയങ്കരമായ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ എത്തിച്ചേരാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അഭിനയം മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ പണിയൊന്നും എനിക്കറിയില്ല. അഭിനയം തന്നെ പഠിച്ചു പറഞ്ഞേ ഉള്ളൂ, അത് തന്നെ അറിയുമെന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. കുട്ടിക്കാലത്തൊക്കെ സിനിമയ്ക്ക് പോകാൻ വലിയ ഭ്രമണ്ടായിണ്ടാവൂല്ലേ? അത് ആ കാലൊക്കെ ഒന്ന് പറയോ? സിനിമയ്ക്ക് പോകണം അങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അച്ഛനും അമ്മയൊക്കെ എവിടെയാണ് വർക്ക് ചെയ്തത്? അച്ഛന് ഇവിടെ വനിതാ ജ്വല്ലറിയിലായിരുന്നു. അമ്മ ഹൗസ് വൈഫായിരുന്നു. എൻ്റെ ഒരു ചേച്ചിയുണ്ട്, കൊടുങ്ങല്ലൂരാണ്. ഒരു കുട്ടിയുണ്ട്, 4 വയസ്സായി. ഇതൊക്കെയാണ്. മിമിക്രി പഠിക്കാൻ പോകണം അല്ലെങ്കിൽ ആ സമയത്ത് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുക, അങ്ങനത്തെ ഒരു കള്ളനായിരുന്നു സ്കൂളിൽ മാത്രമല്ല, ഇപ്പോഴും കളറില്ലേ. അതൊക്കെ പെട്ടെന്ന് പിടിച്ചല്ലേ, സെയിം റേഞ്ചിൽ വരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ. അതാണ്. അല്ല, ഈ പറഞ്ഞ പോലെ സ്കൂൾ ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ട് 2 തവണ. ചുമ്മാ അത്ര ഉള്ളൂ. ഇല്ല, 2ാമത്തെ തവണ പിടിച്ചു, അതുകൊണ്ട് നീറ്റായി, അതുകൊണ്ട് നിർത്തി. നമ്മൾ എങ്ങനെയായിരുന്നു? ഞാനൊരു ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യാൻ ഒരു വഴിയില്ല. എന്താ, ആണുങ്ങളുടെ കൂടെ മാത്രം കട്ട് ചെയ്ത് പോകുള്ളൂ അല്ലേ? അങ്ങനെയല്ല, ഞങ്ങൾ ആണുങ്ങളുടെ കൂടെ കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഈ റേഞ്ചാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നിങ്ങളുടെ ഇന്റർവ്യൂ ഇത്തരത്തിലായിരിക്കും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും ഞങ്ങൾ കട്ട് ചെയ്ത് ഞാനൊക്കെ പറഞ്ഞത് തിരിച്ചെടുത്തു. എന്നിട്ട് പിന്നെ മിമിക്രി ലോകത്തിലേക്ക് വന്നു. മിമിക്രി ലോകത്തിൽ പിന്നെ അച്ഛനമ്മ ഇപ്പോൾ വന്നിട്ട് അവിടുന്ന് തൃപ്പൂണിത്തുറ ഇപ്പോൾ കൂടെ ഇവിടെ താമസിക്കുന്നത്? എൻ്റെ കൂടെ തന്നെ. തൃപ്പൂണിത്തുറ വീട് എന്ത് ചെയ്തു? തൃപ്പൂണിത്തുറ വീട് വിറ്റു. പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും തമാശയാണോ, അതോ എന്തെങ്കിലും ഇപ്പോൾ പെട്ടെന്നൊരു വിഷമങ്ങളൊക്കെ വരില്ലേ ജയസൂര്യ? എല്ലാവരും ജീവിതത്തിൽ ഹാൻഡിൽ ചെയ്യുക എല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അല്ല, പോസിറ്റീവ് എന്ന് പറയുന്ന സിനിമേനേക്കാൾ മുമ്പ് ഞാൻ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരുത്തനായിരുന്നു. പക്ഷെ പാരകളൊക്കെ സ്ഥിരമായിട്ട് സിനിമയിൽ ഉണ്ടാവും. എനിക്കറിയില്ല, നമുക്കറിയോ ചേച്ചി? ഞാൻ പറയട്ടെ, ചേച്ചിക്ക് പാര വയ്ക്കുന്നവരെ ചേച്ചിക്ക് അറിയാൻ പറ്റും? തൂക്കമായിട്ട് അറിയാം. അത് അറിയാൻ പറ്റുമായിരിക്കും, പക്ഷെ സിനിമയിൽ അറിയാൻ പറ്റില്ല. ആണോ? അത് എനിക്കറിയാൻ പറ്റില്ല. അപ്പം എങ്ങനെ ഒരാൾ ഒരു ഇതൊരു പാരയാകും അല്ലെങ്കിൽ ഇത് പാരയാണല്ലോ എന്നൊരു സാധനം വരുമ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചിരുന്നു ഇതൊരു പാരയാവുമെന്ന്. അതാണ് ചേച്ചി, വരണ വഴി അറിയില്ല. വാ.
നമുക്ക് നടക്കാം. എനിക്ക് ഒന്നും ചോദിക്കാനില്ല. അതാണ് പാര പറഞ്ഞ വഴി. ഇതൊക്കെ എന്നെ പറഞ്ഞാൽ മതി, ഞാൻ ചോദിച്ചു വാങ്ങണതൊക്കെ. അതെ, പക്ഷെ നമ്മൾ ഇതുവരെ ആരെയും പാര വയ്ക്കാനോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല. അതിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടം വരെ വന്നു. നമ്മുടെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു, ഒരാളെ പാര വെച്ചിട്ട് ആ ക്യാരക്ടർ എടുക്കണം. അങ്ങനെയുള്ളൊരു ചിന്താഗതിക്കാരനല്ല ഞാൻ. ഒരു സിനിമ സെലക്ട് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഘടകം എന്തായിരിക്കും? നമ്മളൊരു സിനിമ കാണുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നുണ്ടാണ് അതിൻ്റെ നല്ലൊരു കഥയാണ്, അല്ലേ? സിനിമ സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നല്ലൊരു കഥയാണ്. ഈ കഥയിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാനുണ്ടാവും? നല്ലൊരു കഥയുടെ ഭാഗമാകുക എന്നുള്ളൊരു ഭാഗ്യമാണ്, നല്ലൊരു സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത്. പിന്നെ ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കും. അപ്പോൾ ഒരു പെർഫോമൻസിന് സാധ്യതയുള്ളൊരു സംഭവമാണെന്നുണ്ടാൽ അപ്പോൾ തന്നെ കൈ കൊടുക്കും. പിന്നെ ഇപ്പോഴത്തെ പഴയതുപോലെ അല്ലേ ആർക്കും നമുക്ക് ഡേറ്റ് കൊടുക്കാം എന്നുള്ള അവസ്ഥയല്ല ഇപ്പോൾ. കാരണം അതിൻ്റെ ബാനർ നോക്കണം. നമ്മൾ നല്ലൊരു സിനിമയിൽ പോയി അഭിനയിച്ചു, നല്ലൊരു ഡയറക്ടറാണ്, നല്ലൊരു പ്രൊഡ്യൂസറാണ് എന്ന് ഇരിക്കട്ടെ. പക്ഷേ നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലാന്നുണ്ടെങ്കിൽ പടം ജനങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ പോയില്ലേ. അത്രയ്ക്കും ശ്രദ്ധിച്ചു വേണം ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു ഭാഗമാകാമെന്ന് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് നായകനായിട്ട് അഭിനയിക്കുമ്പോൾ. ഏതെങ്കിലും ഒന്ന് ചെയ്ത ശേഷം അല്ല അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആവുകയും ഇല്ല, ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ഒരു സമാധാനമുണ്ട്. ഞാൻ ഒരു ഏകദേശം ഒരു വർഷം ഞാൻ ഏതൊരു പടം കഴിഞ്ഞിട്ട് ഒരു വർഷം ഞാൻ പടം ചെയ്തില്ല എന്ന് വെച്ചാൽ നല്ല സിനിമ വന്നിട്ട് മാത്രം ചെയ്യും. വെറുതെ എന്തിന് ഇത്ര മാത്രം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം. അങ്ങനെ ഒരു വർഷം പടം ചെയ്തില്ല. 10 പടങ്ങളും തിയേറ്ററിൽ ഞാൻ വിട്ട 10 പടങ്ങളും തിയേറ്ററിൽ വന്നു, 10 എണ്ണം ഫ്ലോപ്പായി. അപ്പോൾ പിന്നെ നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റിയിട്ടില്ലെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അച്ഛനൊക്കെ എങ്ങനെയാ അപ്പോൾ പുതിയൊരു ഈ ജയസിയുടെ റീബർത്ത് ആഫ്റ്റർ സ്വപ്നക്കൂട്? അവർക്ക് ഇതിന്റെ റീബർത്ത് ആണോ എന്നുള്ള കാര്യം അവർക്കറിയോ? ഇത് വല്ലതും അതെനിക്കല്ലേ ഫീൽ ചെയ്യുള്ളൂ. അവർ വിചാരം മോന് സിനിമ ഉണ്ട്, അവർക്കറിയില്ല അത് പടം ഫ്ലോപ്പാണോ കാര്യങ്ങളാണോ എന്നുള്ള കാര്യം. അവർ പോയി കാണും, എന്നെ ഫീൽ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ടുണ്ടോ, നല്ല സിനിമ, നല്ല തമാശയൊക്കെ ഉണ്ടല്ലേ എന്ന് പറയും. അവർക്ക് ഇത്രയും ദിവസം ഓടിയെന്നോ, ഇത്രയും ദിവസത്തെ കളക്ഷൻ ഉണ്ടെന്നോ, ഇത്രയും ഓടിയിട്ടുള്ളൂ എന്നോ ഒന്നും അവർക്കറിയില്ല. അതൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ. ഏറ്റവും വിഷമിച്ചൊരു കമന്റ് ഏതാ? ഒരാൾ സിനിമ കഴിഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞത്? അതെ, ഏതായില്ലെന്ന് എടുത്ത് പറയാൻ വയ്യ. ഒരിക്കലും ജനങ്ങൾക്ക് തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള സിനിമകളൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് എൻ്റെ അച്ഛനൊക്കെ നമ്മൾക്ക് ഓർക്കാൻ പറ്റും. വീട്ടിലേക്ക് ഞാൻ പുറത്താണെങ്കിൽ തന്നെ എനിക്ക് അവരെ അനുസ്മരിക്കാനുള്ള ഒരു അവസരം അവർ തരും. ഇപ്പോഴത്തെ പുതിയ ഫാൻ ഫോളോയിങ്ങിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? 2 വർഷം മുമ്പ് എൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ട്, ചേട്ടാ എനിക്കിപ്പോൾ പണിയൊന്നും ഇല്ല കേട്ടോ, ചേട്ടൻ്റെ ഫാൻസ് നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെയുള്ളത് പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നുള്ള കുറേ പിള്ളേർ വിളിച്ചിട്ട് ചേട്ടാ ഞങ്ങൾ ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ അസോസിയേഷൻ്റെ പേരിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 5-ന്റെ പൈസ നീ തരും എന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട, അത് ഞാൻ ഒരിക്കലും തരില്ല. ഇതുപോലെ തന്നെ പക്ഷെ അത് ഞാൻ പറഞ്ഞു, നമ്മളെ ഈ വെൽഫെയർ അസോസിയേഷൻ ആണെങ്കിൽ കുറച്ച് നാട്ടുകാർക്കും കൂടി എന്തെങ്കിലും ഗുണമുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതല്ലാതെ എൻ്റെ പടം ഇറങ്ങണമെന്നും പറഞ്ഞ് ചെണ്ടമേളമായിട്ട് വരണ്ട. കാരണം നല്ല പടമാണെങ്കിൽ മാത്രമേ ജനങ്ങളിരുന്ന് തിയേറ്ററിൽ നിന്ന് കാണുള്ളൂ, അത് ആരുടെയാണെങ്കിലും.